കാലഘട്ടത്തിൽ വിവിധ പ്രദേശങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാനുള്ള ഒരവസരമാണ്, ഒരനുഭവമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കടമയായിട്ട്, എൻ്റെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുന്നു ഈ മഹാമാരിക്കിരയായിട്ടുള്ള, ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകാൻ, അതോടൊപ്പം ഈ അസുഖത്തിന് ഇരയായിട്ടുള്ള, അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോഴും ചികിത്സയിലിരിക്കുന്ന ആളുകൾ, അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കാൻ, അതോടൊപ്പം ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കൊറോണ യോദ്ധാക്കളായിട്ടുള്ള, ഈ മഹാമാരിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, വിവിധ മേഖലകളിൽ, ആരോഗ്യ മേഖലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. This virtual rally is a unique experience. We all are experiencing it. When the corona crisis started and the lockdown was imposed, there was a serious question which the party had to answer. At the time of lockdown, how we will try to give service to the people of our country, how the party will work, how we can go forward. There was a serious question. But I am happy to note and to share with you, with all my national executive and national office bearers, we came to the conclusion that party cannot sit idle. We have to work, and we have to work day in and day out. It was on 25th March that I started my first video conference with my national office bearers and the state office bearers. I am happy to share with you, because of this digital tool and because of this digital world, this virtual press conference, in the past 3 months, I had some 150 virtual meetings, video conferences. In this conference, we tried to get connected to each and every district president of Bharatiya Janata Party. We tried to get connected to all the mayors of BJP throughout the length and the breadth of the country. We tried to talk to all the member parliaments, the Rajya Sabha and the Lok Sabha members through this video conference, and with our national office bearers and state office bearers and state presidents. I had series of meetings, approximately 180 hours I spent only in trying to make them mobilize and galvanize the party. And I am happy to share that some 5,000 video conferences were held throughout the length and the breadth of the country by our national office bearers, by our office bearers, state office bearers, district office bearers, and the party was galvanized right from the national level to the grassroots level, that is the booth level. Everybody was activated in this way. ഈ മഹാമാരി സംഭവിച്ചപ്പോൾ, രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ, സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം, ഈ സാഹചര്യത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയും, അതിനുള്ള വഴി എന്താണ്, അതിനുള്ള മാർഗം എന്താണ് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആലോചനകളുടെ ഭാഗമായിട്ട് പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ, പാർട്ടിയുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ അവരുമായിട്ട് കൂടിയാലോചിച്ചു. അങ്ങനെയാണ് ഈ ഒരു വിവര സാങ്കേതിക വിദ്യയുടെ, ഈ ഡിജിറ്റൽ മാർഗത്തിലൂടെ രാജ്യമെമ്പാടുമുള്ള പാർട്ടി പ്രവർത്തകരുമായിട്ടും ജനങ്ങളുമായിട്ടും ബന്ധപ്പെടാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 മാസക്കാലം ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിൽ പോലും പാർട്ടി അലസമായിരുന്നിട്ടില്ല.
മാർച്ച് 25 തൊട്ട് കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ഏതാണ്ട് 3 മാസക്കാലത്തിനിടയിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ തന്നെ 150-ലധികം ഈ തരത്തിലുള്ള വലിയ വീഡിയോ സമ്മേളനങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള സമ്മേളനങ്ങളും യോഗങ്ങളും, അത്തരത്തിലുള്ള യോഗങ്ങളിൽ സംബന്ധിക്കാനും പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാർ തൊട്ട് പാർട്ടിയുടെ ദേശീയ ഭാരവാഹികൾ വരെയുള്ള പാർട്ടിയുടെ വിവിധ നഗരസഭാ മേയർമാർ തൊട്ട് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ട് അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും ഇടപഴകാൻ, അവരുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള അവസരമുണ്ടായി. ഏതാണ്ട് 180 മണിക്കൂർ നേരമാണ് ഈ തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള ഈ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചത്. പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, അങ്ങനെയുള്ളവർ ഏതാണ്ട് 5000-ലധികം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ യോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ബൂത്ത് തലം തൊട്ട് പാർട്ടിയുടെ ദേശീയ തലം വരെയുള്ള നേതാക്കന്മാർ, പ്രവർത്തകർ, അവരെ എല്ലാവരും തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജ്ജരാകാൻ, അതിനു വേണ്ടിയിട്ട് അവരെ തയ്യാറെടുപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ലോക്ക്ഡൌൺ കാലയളവിലും ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. Friends, when I say that the party was mobilized and galvanized till the grassroots level, I also want to share with you that before this, the Bharatiya Janata Party had the experience of crisis management at a local level or a disaster management at a local level. But this is the first experience where all India basis for continuous 3 months, Seva Karya by Bharatiya Janata Party was done. And here I would like to share with the utmost respect that our party workers went to every nook and corner of the country, tried to help the needies, and I would like to share with you that more than 19 crore ration food packets were distributed to the needy people under the Feed the Needy program. I would also like to share with you that some 5 crore ration kit of 10 days, of 20 days, of 30 days, which is also known as Modi kit, was distributed for the needy people. Not only that, we distributed 5 crore masks, cover the face and stay safe. This slogan was originated by the Bharatiya Janata Party, and we distributed 5 crore masks. We involved the NGOs, we involved the Mahila Mandals, we involved the self-help groups, we also involved the Mahila Morcha, and they did a wonderful job during the crisis. That is what I'd like to share. And similarly, we decided that we will have virtual rallies. We will again take help of the digital world. All tools will be brought into force, into action. We will utilize all digital tools and make this rally a success. And I would like to share with you, this is the 19th virtual rally which is taking place. And I would like to share with you that it started on 7th of June when our Home Minister had a discussion and communicated to the people of Bihar, then Orissa, then West Bengal. Our Rajnath Singh ji had a rally where he talked to the people of Maharashtra. He talked to the people of Jammu Kashmir. Our Nitin Gadkari ji, he talked to the people of Gujarat. He also had a virtual rally with the people of Madhya Pradesh. And all our senior leaders were involved. And I would like to share with you, more than 10 crore people have been connected through this virtual rally, and we have made our point and we have tried to reach them and take our Seva Karya to them. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ അനുഭവം പ്രാദേശിക തലത്തിൽ ഏറെക്കാലമായിട്ടുള്ള അനുഭവമുള്ളവരാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക എന്നുള്ളത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. രാജ്യവ്യാപകമായി ഈ ലോക്ക്ഡൌൺ ഉണ്ടായതിനു ശേഷം 19 കോടിയോളം ജനങ്ങൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ, അങ്ങനെയുള്ള പ്രവർത്തകർ ചേർന്ന് അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത്. 5 കോടിയോളം കുടുംബങ്ങൾക്കാണ് അവർക്കാവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ,
ആ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടുന്ന ഈ റേഷൻ കിറ്റുകൾ, ആ റേഷൻ കിറ്റുകൾ എത്തിച്ചത്. 5 കോടിയോളം മുഖാവരണങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ, വിവിധ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒക്കെയായിട്ട് വിതരണം ചെയ്തത്. ഇന്ന് ഈ റാലി ഇവിടെ നടക്കുമ്പോ ഇത് 19ാമത്തെ ഈ തരത്തിലുള്ള വെർച്വൽ റാലിയാണ്. ജൂൺ 7-ാം തീയതി ബീഹാറിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജിയാണ് ഈ റാലികൾക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം അദ്ദേഹം രാജ്നാഥ് സിംഗ് ജി മഹാരാഷ്ട്രയിലെയും ജമ്മു കാശ്മീരിലെയും ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അമിത്ഷാജി ബംഗാളിലെയും ഒറീസയിലെയും ജനങ്ങളെ അഭിസംബോധന ചെയ്തു. പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ ഗഡ്കരിജി ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ജനങ്ങളെ അഭിസംബോധന ചെയ്തു. കോടിക്കണക്കിന് ആളുകളെയാണ് ഈ തരത്തിലുള്ള റാലികളിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളില് ഈ തരത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ റാലി ഇന്നിവിടെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ എനിക്കേറെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഈ റാലിയിൽ സംബന്ധിക്കുന്നത്. Today, I got the opportunity to address the virtual rally of the people of Kerala, God's own country, Kerala. I can see on the screen, each and every district is connected to me. I can see your faces also. But I have a special association with Kerala because I had the proud privilege to visit each and every district of Kerala and to also visit each and every Vidhan Sabha of Kerala. But today, through digital world, I am seeing you all on the screen. I once again say namaskaram to you. Friends, when I talk about this, we are meeting when Modi ji has completed his Modi 2's first year. The first year of Modi 2 has been completed. If you ask me, how do I see this Modi 2 first year? I will say that Prime Minister Modi has been able to bridge the gap of 6 decades in 6 years. That is what Modi ji has done. We would like to share with you. And this is, I'm not saying only in words. I believe and I mean in letter and spirit. The year 2019-20 has been full of achievements. About the achievements I will be talking later. But first I will talk how Modi ji has led the country from the front as far as the COVID management is concerned. We all know that because of the corona crisis, even the powerful nations, they felt absolutely in a very false position. They could not understand how to deal with coronavirus. But it was Modi ji, strong decision, bold decision and timely decision of lockdown that helped the country, and he led the country from the front. Remember, when the lockdown was imposed, the corona cases were increasing, doubling in just 3 days. Today, when the unlock 1 has started, the corona cases doubling has reached 14 days. The same way, at that point of time, we did not have even a single personal protection equipment manufacturing unit. Today, we produce 450,000 personal protection equipment PPE per day. That is our situation. On that day, when the lockdown was imposed, there was not even a single dedicated hospital for coronavirus. Today, we have got 1,000 COVID dedicated hospitals. We have got 2,000 beds. At that 2 lakh beds. At that point of time, we did not have ICU beds. Now we have got 20,000 ICU beds. We have got 24,000 ventilators. 50,000 ventilators through PM Care Fund is in the pipeline. Within 2 months, we'll be getting 50,000 ventilators. Not only that, the testing capacity of India was only 150 testing centers. Today, we have got 800 testing centers, and the capacity to test from 1,500 per day has increased to 1,50,000 per day. That is what has been done.
ഇന്നിവിടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കേരളം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംസ്ഥാനമാണ്. കാരണം കേരളത്തിലെ ഓരോ ജില്ലയും ഞാൻ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ നിരവധി അസംബ്ലി മണ്ഡലങ്ങളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ നൂറുകണക്കിന് പ്രവർത്തകരുമായിട്ട് ഞാൻ നേരിട്ട് അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഇവിടെയുള്ള സ്ക്രീനിൽ നിങ്ങളെ വിവിധ ജില്ലകളിലായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കഴിഞ്ഞ 6 വർഷക്കാലത്തെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഈ 1-ാം വാർഷികം, 2-ാം മോദി സർക്കാരിന്റെ 1-ാം വാർഷികം, ഈ 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ കഴിഞ്ഞ 6 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം 6 ദശകങ്ങളുടെ പോരായ്മയെ 6 വർഷം കൊണ്ട് നികത്താൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിജിയുടെ ഏറ്റവും വലിയ നേട്ടം എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 6 ദശകങ്ങൾ ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ തകർത്തുവോ അതിനെ പുനർനിർമ്മിക്കാൻ 6 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ 6 വർഷങ്ങൾ. ഞാൻ ആ നേട്ടങ്ങളിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുൻപ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ മഹാമാരിയെ എങ്ങനെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നേരിട്ടു എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ പകച്ചു നിന്നപ്പോൾ ഈ മഹാമാരിയെ എങ്ങനെ നേരിടണം എന്നറിയാതെ അവര് അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ ഈ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച, ഈ രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച പ്രധാനമന്ത്രിയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി. ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച പ്രധാനമന്ത്രിയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി. ഇന്ന്
നരേന്ദ്രമോദിജി. ഇന്ന് രുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു. മുഖ്യമന്ത്രിമാർ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വളരെ താല്പര്യത്തോടുകൂടി ശ്രമിച്ചു. അത് മുഴുവൻ തന്നെ ഉൾക്കൊണ്ടു. അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ്, 130 കോടി ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ാണ്
ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ കോവിഡ്-19 പ്രതിരോധിക്കാനായിട്ട് നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിച്ചത്. While fighting the corona crisis from the front, the Prime Minister strengthened the logistic support to fight the corona crisis. But at the same time, he took the country along with him. He developed the federal structure, cooperative federalism. He encouraged the cooperative federalism. He had a talk with all chief ministers, not once, not twice, but 5 times. He heard every chief minister and he tried to involve every chief minister in the fight against corona. Today it is the 6th meeting which is going on. Honorable Prime Minister is talking, we will talk today and tomorrow with all chief ministers and union territory heads of administration to see to it that how jointly we can fight this corona crisis. So he gave the best example of cooperative federalism. In the federal structure, he involved everybody in this whole process. That I would like to suggest here, and that I would like to highlight here about taking everybody together. Not only he took the institutions along with him, the chief ministers may have their own agenda, the chief ministers may have their own problems, the chief ministers may have their own political agenda, but keeping all that in mind, Modi ji had the vision and acumen that he could take along all the chief ministers together to fight this corona crisis. Not only he took the states in cooperation, but also the people of India were taken in cooperation to fight the corona crisis. During the crisis, 130 crore people stood by Modi ji. And the best example is the Janta curfew. When he asked for Janta curfew, when he gave a call, not even a single police was involved, but the whole country observed Janta curfew in letter and spirit. When he said that we have to support the corona warriors, and so Thali Bajao, clapping and Thali Bajao, clapping and Thali Bajao, every family came out in support of the corona warriors and they stood by with Prime Minister Modi. When he talked about Diya Jalao, so that we can show the solidarity to fight against the coronavirus, when he gave the call, practically the whole 130 crore people were all came together for this lightning of the lamp, and that program was also successful. By Push Varsha program, the hospital doctors, paramedics, to support them, the Push Varsha program was also taken, and this is how he involved the whole country, each and every citizen, to fight this corona crisis, which has been universally accepted. How Modi ji has led the country from the front, that I would like to share. പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുക മാത്രമല്ല ചെയ്തത്, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ടാണ് അദ്ദേഹം കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്. രാജ്യത്തെ മുഖ്യമന്ത്രിമാരുമായിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തി. 1-2 തവണയല്ല, 5 തവണയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാണ്ട് ഈ 3 മാസത്തോളം വരുന്ന ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരുമായിട്ടും ആശയവിനിമയം നടത്തിയത്. ഇന്നും നാളെയുമായിട്ട് അദ്ദേഹം 6ാമത്തെ തവണ അദ്ദേഹം മുഖ്യമന്ത്രിമാരുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. മുഖ്യമന്ത്രിമാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു. മുഖ്യമന്ത്രിമാർ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വളരെ താല്പര്യത്തോടുകൂടി ശ്രമിച്ചു. അത് മുഴുവൻ തന്നെ ഉൾക്കൊണ്ടു. അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് 130 കോടി ജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കോവിഡിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്. നമ്മളത് നിരവധി ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടു. അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് ജനതാ കർഫ്യൂവിന് ആഹ്വാനം ചെയ്തപ്പോൾ
പോലീസുകാരന്റെ ലാത്തി ഉപയോഗിക്കാതെ ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾ ആ ജനതാ കർഫ്യൂവിൽ പങ്കാളികളായി. ഈ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ നൽകാനായിട്ട് മണിനാദം മുഴക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തപ്പോൾ രാജ്യവ്യാപകമായിട്ട് ജനങ്ങൾ അതിൽ പങ്കാളികളായി. ദീപം തെളിയിച്ചുകൊണ്ട് ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ അതിൽ തയ്യാറായി. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ഈ രാജ്യത്ത് കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മുഴുവൻ തന്നെ ആശംസകൾ നേരാൻ അതിൽ പങ്കാളികളാകാൻ ആവശ്യപ്പെട്ടപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അതിൽ പങ്കാളികളായി. രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് അവരെയെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തിക്കൊണ്ട് കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. Prime Minister Modi not only took care of the health sector, but he also took care about the economy, how we can fight out and how can the marginalized section of the society can be kept, and for them what best we can do. It was on 26th March that Prime Minister came out with a package which is known as Garib Kalyan package. 1,70,000 crores were distributed. We all remember that 80 crore people were provided with 3 months of ration, 5 kg of rice or wheat, 1 kg of pulses. That was distributed to 80 crore people of the country. Not only that, it was 8 crore families were given the support of free cylinders for 3 months. That is 8 crore people, 8 crore families got the free LPG cylinders. The same way, through Jan Dhan accounts, it was debited 500 rupees each month, and 1,500 rupees was given to 20 crore women who were connected to the Jan Dhan Khata, Jan Dhan accounts. PM Kisan Samman Nidhi, some 2,000 rupees was transferred to the accounts of 8 crore 74 lakh farmers for their support during the corona crisis. Not only that, it was the Atmanirbhar Bharat package of 20 lakh crore. When I talk about Atmanirbhar Bharat, it was to convert the crisis into a success, an opportunity. Aapada se avsar ki or jana hai. That was the slogan which Prime Minister Modi gave. And for that, the mantra was vocal for local. The mantra was that we have to support the MSME sector. The clue was that we have to support the agriculture sector. The clue was that we have to support our vendors. And for that, 3 lakh crore collateral free loan was given to MSME sector. Again, 1 lakh crore to the agricultural infrastructure. And 5,000 crores street vendors, where 50 lakh street vendors are going to be benefited. It's not only giving the money. The Atmanirbhar package is a package with full of reforms. And these reforms are to convert crisis into an opportunity, to remove all bottlenecks. Many reforms have been suggested. APMC reform is there, marketing reforms are there. How we have to give the loans, that has also been reformed. The definition of MSME has also been redefined. All those aspects have been taken care. It's not only a package, it's a package where all details have been worked out so that the roadmap is unfolded. One after another, the steps will take place. And in the next 2-3 years, India will become self-reliant. India will become Atmanirbhar, and vocal for local mantra is going to be substantiated. ആരോഗ്യ മേഖലയെ മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി സംരക്ഷിച്ചു നിർത്തിയത്. ആരോഗ്യ മേഖലയോടൊപ്പം സാമ്പത്തിക മേഖലയെ സംരക്ഷിക്കാൻ, ആ സാമ്പത്തിക മേഖലയിലൂടെ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തി.
മാർച്ച് മാസത്തിൽ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ തുടർന്ന് 1,70,000 കോടി രൂപയുടെ 1,70,000 കോടി രൂപയുടെ പാക്കേജാണ് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. 80 കോടി ആളുകൾക്ക് അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടായത്. എല്ലാവർക്കും 3 മാസക്കാലത്തേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ എത്തിക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ എത്തിക്കാൻ, 8 കോടി കുടുംബങ്ങൾക്ക് അവർക്ക് സൗജന്യമായിട്ട് പാചകവാതക സിലിണ്ടറുകൾ എത്തിക്കാൻ 1,500 രൂപ വീതം 3 മാസക്കാലം കൊണ്ട് 20 കോടി സഹോദരിമാരുടെ ജൻധൻ അക്കൗണ്ടുകളിൽ എത്തിക്കാൻ 8.5 കോടി കർഷകർക്ക് PM കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ സഹായം എത്തിക്കാൻ 2,000 രൂപ വീതം എത്തിക്കാൻ, ഇതിനെ തുടർന്ന് 20 ലക്ഷം കോടി രൂപയുടെ ആത്മനിർഭർ ഭാരത്, സ്വയം പര്യാപ്ത ഭാരതം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയെ പുരോഗതിയിലേക്ക് നീങ്ങാനുള്ള മാർഗമാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സംരംഭങ്ങൾ, പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെ ആഗോള തലത്തിലേക്ക്, ആഗോള വിപണിയിലെത്തിക്കാനുള്ള മാർഗം, ആ മാർഗമാണ് അദ്ദേഹം മേക്ക് ലോക്കൽ വോക്കൽ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതിലൂടെ 3 ലക്ഷം കോടി രൂപ ഈടില്ലാത്ത വായ്പകളായിട്ട് ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖല, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. തെരുവോരങ്ങളിൽ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 5,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 50 ലക്ഷത്തോളം വരുന്ന ഈ രാജ്യത്തെ തെരുവോര കച്ചവടക്കാരെ, അവരുടെ താല്പര്യങ്ങളാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടുക. ഈ തരത്തിൽ വിവിധ മേഖലകളിൽ, ആ മേഖലകളിൽ ഓരോ മേഖലയെയും, ആ മേഖലയെ മുഴുവൻ തന്നെ സംരക്ഷിക്കാൻ, അവിടെ ജീവിക്കുന്ന, അവിടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും കൈപിടിച്ചുയർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയിലൂടെ പ്രഖ്യാപിച്ചത്. ഇത് വികസനത്തിന്റെ മാർഗരേഖയാണ്. ഓരോ ഘട്ടത്തിലും എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തിക്കൊണ്ട്, അങ്ങനെ ആസൂത്രണം നടത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് ആത്മനിർഭർ ഭാരതിന്റെ എന്നുള്ള പദ്ധതിയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ട് അടുത്ത 2-3 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്തെ, മുഴുവൻ രാജ്യത്തെയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുള്ള ഒരു നാടാക്കി മാറ്റാൻ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി, അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് എന്നുള്ള പദ്ധതിയിലൂടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. Friends, when I talk about local, I find that Kerala has got immense scope and an opportunity. Along with tourism, they have got the opportunity of local producers to bring to the global market. Kerala produces 97% of the national output of pepper, 85% of area under natural rubber in the country. In the field of coconut, cashew and spices, Kerala can do good in handloom and handicrafts also. All these areas are there where the Atmanirbhar Bharat can take a big leap and Kerala economically can grow and develop itself. Friends, while fighting Corona from the front, the Prime Minister Modi also on the international scene took the initiative of calling the meeting of G20 nations to discuss the Corona crisis. He emerged as the world leader by taking initiative for having the G20 meeting. Not only that, India was the only country who did not take care only of India, but
supplied the medicines to 119 countries. The medicine was supplied. That is what I would like to share with you. Friends, as far as the Vande Bharat mission is concerned, I would like to congratulate Honorable Prime Minister, the External Affairs Minister and my colleague Muralidharan ji. They have done a wonderful job. In the first phase, 15,000 people were brought in. In the second phase, 30,000 were brought in. All types of support systems were developed, and that is how we have to work. That is how we worked. Friends, we all know that nobody knew what this corona crisis is there. It was unimaginable, uncalculable. Daily, day to day, new problems used to erupt, and Prime Minister Modi used to solve those problems. We had never imagined about the migrant laborers problem. We all understand that we wanted that the migrant laborers should stay where they are. We wanted, we all saw to it that they should get ration, free ration, so that they can sustain themselves. But there was an emotional issue. They wanted to go to their native places. With all the sufferings and pains, we were and we are with the migrant laborers. But Government of India tried to take them. 4,286 Shramik trains were brought in, were put in force, and more than 58 lakh people were taken to their safe destinations, quarantined. Their good health was also taken care. Some 50 lakh people were taken through buses and other mediums. We have tried to see to it that whatever best we could do, because this was unimaginable situation which had erupted. But at the same time, Bharatiya Janata Party also took the initiative. Lakhs of footwears were distributed, food packets were distributed, shelters were developed, supported the home institutional quarantine facility. Whatever best we could do, we have tried to do and go forward. ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരതിന്റെ മുദ്രാവാക്യമായിട്ടുള്ള മേക്ക് ലോക്കൽ വോക്കൽ എന്നുള്ള മുദ്രാവാക്യം, പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കുക എന്നുള്ള ആശയം, ഈ ആശയം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് ഞാൻ കേരളത്തിന്റെ സന്ദർഭത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കേരളത്തിന്റെ അനന്തമായിട്ടുള്ള വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകളാണ്. ലോകം മുഴുവൻ പ്രതീക്ഷയോടുകൂടി ഏറ്റവും ആകർഷകമായിട്ടുള്ള മേഖലയായിട്ട് കാണുന്നതാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല. കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ മുഴുവൻ കുരുമുളകിന്റെ 97% ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. പ്രകൃതിദത്ത റബ്ബറിന്റെ 85% കേരളത്തിലാണ്. കേരളമാണ് 85% മേഖല. പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളുടെ 85% കേരളത്തിലാണ്. നാളികേരവും കശുവണ്ടിയും സുഗന്ധദ്രവ്യങ്ങളും അതോടൊപ്പം കൈത്തറിയും കരകൗശല വസ്തുക്കളും ഇതെല്ലാം തന്നെ ആഗോള വിപണിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും വിപണന സാധ്യതകളുള്ള ഉൽപ്പന്നങ്ങളാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ, കേരളത്തിന് വിവിധ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അതിന് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലകളാണ് ഇതെല്ലാം തന്നെ. ഈ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കാര്യം മാത്രം നോക്കുന്ന രാഷ്ട്രത്തലവനായിട്ട് അദ്ദേഹം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള G20, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനകൾ അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ്. ആ G20യുടെ യോഗം സംഘടിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. മാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ജനങ്ങളെ മാത്രം കാര്യങ്ങൾ നോക്കി അവർ ഒതുങ്ങിക്കൂടിയപ്പോൾ ഇന്ത്യ ലോകത്തിലെ 119 രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ എത്തിച്ചു കൊടുത്തു. മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി
നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർജി അവരുടെ നേതൃത്വത്തിൽ വന്ദേ ഭാരത് മിഷൻ എന്നുള്ള പേരിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചു. 10,000-കണക്കിന് ആളുകൾ വിവിധ മാർഗങ്ങളിലൂടെ ഇന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നഡ്ഡാജി, ഇൻ കേരള alone 52,000 people have already reached under Vande Bharat mission. 52,000-ഓളം ആളുകളാണ് കേരളത്തിൽ മാത്രം വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൊറോണ പ്രതിസന്ധി ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. ഒരുപക്ഷെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത നിരവധി പ്രശ്നങ്ങൾ. കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കിയിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ കിച്ചണുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, അവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടറുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും അവരിൽ പലരും അവരുടെ കുടുംബത്തോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു. അവർക്കെല്ലാവർക്കും അവരവരുടെ സ്വന്തം നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. കേന്ദ്ര സർക്കാർ 4,500ഓളം ശ്രമിക് ട്രെയിനുകളാണ് ഈ ആളുകളെ അവരവരുടെ സ്വന്തം നാട്ടിൽ എത്തിക്കാനായിട്ട് ഏർപ്പെടുത്തിയത്. 58 ലക്ഷം ആളുകളെയാണ് ശ്രമിക് ട്രെയിനുകളിലൂടെ, തീവണ്ടികളിലൂടെ ഈ കുടിയേറ്റ തൊഴിലാളികളെ അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചത്. അതിനു പുറമെ 50 ലക്ഷത്തിലധികം ആളുകള് ആ ആളുകളെ ബസ് മാർഗവും എത്തിച്ചു. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികളെ അവരവരുടെ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ കൊറോണയുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക കൂടിയായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കോവിഡിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ചെറുത്ത നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നന്ദിയും അദ്ദേഹത്തോടുള്ള കടപ്പാടും അഭിനന്ദനവും കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. Friends, when we were fighting the coronavirus and the country was being led by Prime Minister Modi, I am sorry to say that the behavior of opposition party has been utmost irresponsible. I am pained to say that. For long we have been an opposition party. Muralidharan and we, for the past 30-40 years, our life mostly has gone fighting in an opposition party. But we have always very responsible as far as our responsibility towards the nation is concerned. We always considered nation first, party next, self last. But for Congress party, party first, nation last. We work, party is an instrument to work for the nation. But their interest is only to serve the interest of the party. Here I am saying because in 1962 war, in 1965 war, in 1971 war, every time Bharatiya Janata Party stood by the then government because nation was first. But I am sorry to say, when Kargil war we were fighting and we were fighting for the Tiger Hill, I remember that Sonia Gandhi ji had asked for a Rajya Sabha session here. And Prime Minister, the then Prime Minister Atal Bihari Vajpayee had called the all-party meeting and the Congress party did not participate in it. This is their culture. During the time of crisis, they always create political issues. Here also what happened? When the lockdown was imposed, why did you impose the lockdown? What was the need of it? Not realizing that the Punjab Chief Minister has imposed the lockdown before Modi ji's announcement. Not realizing that Rajasthan has imposed the lockdown before Modi ji announced. Then after some time, why don't you lift the lockdown? Why don't you lift the lockdown? Not understanding that your chief ministers have asked Modi ji that lockdown should be extended. Then they said
that why are you not lifting the lockdown? What is when we started lifting, why are you lifting the lockdown? What is the roadmap? In all circumstances, only opposition for the sake of opposition and an irresponsible opposition that has been there. Today, Sonia Gandhi is saying that we should reduce the petrol prices. She doesn't know that Maharashtra, Punjab, Puducherry, Rajasthan, during the corona crisis, they have enhanced the petrol prices. They are all Congress state governments. Your chief ministers don't listen to you, and you try to talk to Modi ji about these issues. This is sheer politics which you are playing. And I feel that we should always remember that country first and party next. Party is for the country, not the nation for the party. That we have to understand. And that Congress should understand in the letter and spirit, I would like to say. ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും അഭിമാനകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ വളരെ ദുഃഖത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രതിപക്ഷത്തിന്റെ സമീപനം അങ്ങേയറ്റം നിരുത്തരവാദപരമായിരുന്നു എന്നുള്ളത്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗം നമ്മളെല്ലാവരും പ്രതിപക്ഷത്തിരുന്ന ആളുകളാണ്. പ്രതിപക്ഷത്തിരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കാർക്കും പുത്തരിയല്ല, അതിലൊരു പുതുമയില്ല. ദീർഘകാലത്തോളം പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിച്ച ആളുകളാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനം, പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്, അതിനാണ് ഏറ്റവും മുൻതൂക്കം നൽകേണ്ടത് എന്ന് ഞങ്ങൾ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. ഞങ്ങൾ നാടിന്റെ താല്പര്യങ്ങൾ കഴിഞ്ഞു മാത്രമേ പാർട്ടിയുടെ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടുള്ളൂ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ് 1962-ലും 1971-ലും ഒക്കെയുള്ള യുദ്ധങ്ങൾ നടന്നത്. ആ കാലത്ത് ഞങ്ങൾ പ്രതിപക്ഷമായിരുന്നെങ്കിലും ഞങ്ങൾ സർക്കാരിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകിയ പ്രതിപക്ഷമാണ്. ഞങ്ങൾ ഒരിക്കലും ആ കാലത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം, കാർഗിൽ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ധീര ജവാന്മാർ ടൈഗർ ഹിൽ കീഴടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ സോണിയാഗാന്ധിയുടെ ആവശ്യം പാർലമെന്റ് സമ്മേളിക്കണം എന്നുള്ളതായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാന്യനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയപ്പോൾ സോണിയാഗാന്ധി ആ സമ്മേളനത്തിൽ അടക്കം പങ്കെടുത്തില്ല. ഇപ്പോഴും എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോ എന്തിനാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അവർക്കറിയില്ല, നരേന്ദ്രമോദി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മുഖ്യമന്ത്രിമാര് പഞ്ചാബിലും രാജസ്ഥാനിലും അതിനു മുൻപ് തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നത്തെ ചോദ്യം, എന്താ ലോക്ക്ഡൌണിന് ഇളവ് നൽകാത്തത് എന്നായി. നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെടുന്നു ലോക്ക്ഡൌൺ ഇതേപോലെ കർശനമായിട്ട് തുടരണം. പക്ഷെ നിങ്ങളുടെ ചോദ്യം എന്താണ് ലോക്ക്ഡൌൺ ഒഴിവാക്കാത്തത്, എന്താണ് ലോക്ക്ഡൌണിന് ഇളവ് നൽകാത്തത് എന്നാണ്. ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന കാര്യം വന്നപ്പോ അടുത്ത ചോദ്യം, ഇപ്പോഴെന്താ ലോക്ക്ഡൌൺ പിൻവലിക്കുന്നത്? ലോക്ക്ഡൌൺ പിൻവലിക്കാനുള്ള റോഡ് മാപ്പ് എന്താണ്? അതിനുള്ള പിൻവലിച്ചതിന് ശേഷമുള്ള നടപടികളുടെ മാർഗരേഖ എന്താണ്? ഇതാണ് നിങ്ങളുടെ നേതാക്കന്മാർ ചോദിക്കുന്നത്. ഇപ്പോ സോണിയാഗാന്ധി പെട്രോൾ വിലവർദ്ധനയെ കുറിച്ച് കത്തെഴുതുകയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാര് മഹാരാഷ്ട്രയിലും പഞ്ചാബിലും പോണ്ടിച്ചേരിയിലും ഈ കൊറോണ കാലയളവിൽ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടിയിരിക്കുകയല്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രിമാര് നിങ്ങളുടെ പാർട്ടിയുടെ നയം, ആ നയം എന്താണെന്നുള്ളത് പോലും അംഗീകരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അവരോടല്ലേ ഈ കാര്യം ചോദിക്കേണ്ടത്? നിങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ മുഖ്യമന്ത്രിമാരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ താല്പര്യങ്ങൾ, ആ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എക്കാലത്തും.
ഞങ്ങൾ ഭരണത്തിലിരുന്നാലും ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് പ്രധാനം, നാടാണ് പ്രധാനം. പാർട്ടി എന്നുള്ളത്, പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്നുള്ളത് അതിനുശേഷം മാത്രമേ ഞങ്ങൾ എക്കാലത്തും പരിഗണിച്ചിട്ടുള്ളൂ. ഈ സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്നത്. തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനം, തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം. ആ സമീപനമാണിപ്പോ ഈ രാജ്യത്തെ മുഖ്യപ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് ദുഃഖത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Friends, when I talk about the dealing of the corona crisis, I also say that the year 2019-20 has been full of achievements. When I say full of achievements, certainly when I say that Modi ji has been able to bridge the gap between 6 decades in 6 years, I say it in letter and spirit. How? Since 50s we have been saying that abrogate Article 370. I remember the slogan which we used to shout, कश्मीर से कन्याकुमारी तक भारत एक है, एक देश में एक निशान, एक विधान, एक संविधान, एक निशान रहेगा. This is what we used to say. Congress got the opportunity of 3/4 majority 3-4 times. But since 1950 till 2019, they did not abrogate Article 370, which was a hurdle in mainstreaming Jammu Kashmir, which was the reason that the seeds of separatism was being sown there. But when Modi ji came in, Modi 2 government came with full majority, it was the political will of Prime Minister Modi and it was the political acumen of the Home Minister Amit Shah that Article 370 was abrogated and 35A was done away. This is what I would like to share with you. Friends, when I talk about Article 370, it is not only the mainstreaming of Jammu Kashmir, it is not only an emotional issue for all of us, that throughout the length and the breadth of the country everybody was happy. I would like to share that people in Jammu Kashmir were also the same way, on the same page. I have been in charge of Jammu Kashmir for a long time. Do we all know that the tribals of Jammu Kashmir, who are Gujars and Bakarwals, they are Muslims. They did not have any political reservation. Not even a single seat of Lok Sabha is tribal, although the whole of Ladakh was tribal. Not even a single seat in Vidhan Sabha was tribal reserved seat. But now, there in Jammu Kashmir, delimitation did not take place. But now delimitation will take place. There will be tribal seats, and for the first time, a tribal Muslim, Gujar and Bakarwal will go to the Jammu Kashmir Vidhan Sabha. That is what I would like to share with you. For a long time, Ladakh was ignored. Now becoming the UT, the straight development is taking place through Delhi. That is what I would like to share with you. Justice was not given to women. If a woman used to get married to anybody outside Jammu Kashmir, she was devoid of the right to property in Jammu Kashmir and Srinagar. But now when Article 370 has been removed, she can marry anyone in any part of the country and she will have the right to property there in Srinagar. This justice has been brought to them. The same way, the children, POCSO, prevention of children of sexual offences, this was not implemented in Jammu Kashmir. You can understand the plight of children there. Violence against women, that act was not implemented. Anti-Corruption Act was not implemented. Keep on doing corruption, nobody is going to ask you. Now Anti-Corruption Act is implemented there. Inquiry has started, J&K Bank inquiry is going on. Now those who are responsible for corruption will be behind bars. That is the situation going to come. Our Dalit Bhai, who had gone from Punjab to Jammu Kashmir for sanitation purposes, they were only asked to do the service of Safai Karmchari. They were not given the certificate of domicile so that their son could become an engineer or doctor or paramedic or get the reservation. But now Article 370 has been revoked, and now a Safai Karmchari son or daughter can become a doctor, an engineer, a judge. He can become in Jammu Kashmir. We have to understand. The people
from West Pakistan who went. Indra Kumar Gujral came here. He was from West Pakistan. He became the Prime Minister. Manmohan Singh became the Prime Minister. He came from West Pakistan. Our Lal Krishna Advani ji came from West Pakistan. He became the Deputy Prime Minister. But those who came from West Pakistan and settled as refugee in Jammu Kashmir did not have the right even to fight for councillor seat. Did not have the right to vote for MLA seat in Jammu Kashmir. 106 laws were not implemented in Jammu Kashmir. But today, when 35 away has been done away, Article 370 has been abrogated, now all these rights and privileges with mainstreaming will be done, and all 106 enacted laws of Indian Parliament will also be implemented on the soil of Jammu Kashmir. This is what we have to understand. കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധം മാത്രമല്ല, നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2019-2020 രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ വർഷം, ഈ ആദ്യ വർഷം നേട്ടങ്ങളുടെ വർഷമായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 6 ദശകങ്ങളുടെ വിടവ് നികർത്തിയ 6 വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 6 വർഷങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വർഷമാണ്. 370-ാം വകുപ്പ് നീക്കം ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ ദശാബ്ദങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോൺഗ്രസിന് നിരവധി തവണ 4-3 ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അതിന് മുതിർന്നില്ല. വിഭജനത്തിന്റെ വിത്തുപാകുന്ന ഈ സാഹചര്യം ജമ്മു കാശ്മീരിൽ സൃഷ്ടിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ഈ സമീപനത്തിന്റെ ഫലമായിട്ടാണ്. നരേന്ദ്രമോദിജി ഭരണത്തിലെത്തിയപ്പോൾ, വീണ്ടും ഒരിക്കൽ കൂടി ഭരണത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി, അതോടൊപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ നയചാതുര്യം, അതാണ് ഈ 370-ാം വകുപ്പ് നീക്കം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായത്. രാജ്യം മുഴുവനുള്ള ജനങ്ങൾ അതിൽ സന്തോഷിച്ചു. രാജ്യം മുഴുവൻ എന്ന് ഞാൻ പറയുമ്പോ ജമ്മു കാശ്മീരിന് പുറത്തുള്ള ആളുകൾ മാത്രമല്ല, ജമ്മു കാശ്മീറുമായിട്ട് ദീർഘകാലത്തെ ബന്ധമുള്ള ആളെന്നുള്ള നിലയിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഉൾപ്പെടെ അതിൽ ആഹ്ലാദിച്ചു. കാരണമുണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന, ഗിരിവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഗുജർ, ബക്കർവാൾ എന്നൊക്കെ പറയുന്ന സമുദായങ്ങൾ. അവർക്ക് പക്ഷേ സംവരണത്തിന്റെ, പട്ടികവർഗ സംവരണത്തിന്റെ ആനുകൂല്യം ഇന്ന് വരെ അവർക്ക് ലഭിച്ചിരുന്നില്ല. 370-ാം വകുപ്പ് നീക്കം ചെയ്തപ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യം, ഇനി അവിടെ ഈ നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണയം നടന്നതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ നിയമസഭയിലേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആദിവാസി ഗിരിവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അവര് നിയമസഭാംഗങ്ങളാകും. സ്ത്രീകളോടുള്ള വിവേചനം ജമ്മു കാശ്മീരിൽ ഇത്രയും കാലം 370-ന്റെ മറവിൽ നടക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ താമസക്കാരായിട്ടുള്ള സ്ത്രീകൾ, അവർ പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ആരെയെങ്കിലും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം സ്വത്തവകാശം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 370-ാം വകുപ്പ് നീക്കം ചെയ്തതോടുകൂടി ആ സാഹചര്യം മാറിയിരിക്കുന്നു. കുട്ടികളോടുള്ള അതിക്രമങ്ങൾ തടയാൻ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള പോക്സോ നിയമം പോലും ജമ്മു കാശ്മീരിൽ നടപ്പാക്കിയിരുന്നില്ല. കുട്ടികളോടുള്ള അതിക്രമം തടയുന്നതിന് പോലും 370-ാം വകുപ്പിന്റെ മറവിൽ അവിടെ അതിന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. അഴിമതി നിരോധന നിയമം ജമ്മു കാശ്മീരിൽ നടപ്പാക്കിയിരുന്നില്ല. 370-ാം വകുപ്പ് നീക്കം ചെയ്തപ്പോ നമ്മൾ കണ്ടല്ലോ, ജമ്മു കാശ്മീർ ബാങ്കിന്റെ പേരിൽ നടന്ന വലിയ കുംഭകോണം. ആ കുംഭകോണം ഇതാ അന്വേഷിക്കപ്പെടുന്നു. അഴിമതിക്കാര് മുഴുവൻ തന്നെ അവര് മുഴുവൻ ജയിലറകളിൽ ഉണ്ടാകുന്ന സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്.
അവിടെ ശുചീകരണ തൊഴിലാളികളായിട്ട് പോയിട്ടുള്ള ആളുകൾ, ആ ശുചീകരണ തൊഴിലാളികൾ അവര് ജീവിതകാലം മുഴുവൻ തന്നെ ശുചീകരണ തൊഴിലാളികളായിട്ട് അവരുടെ തലമുറകളായിട്ട് ശുചീകരണ തൊഴിലാളികളായിട്ട് ജീവിക്കുകയായിരുന്നു. അവരുടെ മക്കൾക്ക് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള സാഹചര്യമില്ല, അവർക്ക് ഉയർന്ന ജോലികൾക്കുള്ള സാഹചര്യമില്ല. ആ സാഹചര്യമൊക്കെ സംവരണമില്ലാതാക്കിയ 370ന്റെ മറവിൽ സംവരണമില്ലാതാക്കിയ സമീപനം, ആ സമീപനം ഇതാ ഈ 370ാം വകുപ്പ് നീക്കം ചെയ്തതോടുകൂടി മാറിയിരിക്കുന്നു. നമുക്കറിയാം, ശ്രീ ഇന്ദർ കുമാർ ഗുജ്റാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ്. ശ്രീ മൻമോഹൻ സിംഗ് ജി, അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ശ്രീ ലാൽകൃഷ്ണ അഡ്വാനി, അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. അവരൊക്കെ അവിടെ നിന്ന് ഇപ്പോഴത്തെ ഈ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നവരാണ്, ഇവിടത്തേക്ക് വന്ന ആളുകളാണ്. അവരൊക്കെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഉപപ്രധാനമന്ത്രിയായി. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് പോലും പാർലമെന്റ് പോകട്ടെ, ഒരു നഗരസഭാ അംഗം പോലും ആകാൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം, അതാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. 35A വകുപ്പ് നീക്കം ചെയ്തതോടുകൂടി, 370ാം വകുപ്പ് നീക്കം ചെയ്തതോടുകൂടി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും, ജമ്മു കാശ്മീരിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, അവരെ എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്ന് ജമ്മു കാശ്മീരിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന്റെ പ്രവർത്തനം, 370ാം വകുപ്പ് ഒരു വലിയ നേട്ടം, 6 വർഷങ്ങളുടെ വിടവ് നികത്തിയ നേട്ടമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം അതാണ്. The same way, if we talk about triple talaq, for centuries our sisters, Muslim sisters, were devoid of the right of dignity. It was the political will of Sri Narendra Modi ji that the parliament enacted, and we did away with the triple talaq, and more than 9 crore women, Muslim women, our sisters, they got the right to live with dignity. This was done by removing the triple talaq by an enactment of the parliament. And here I would like to share that even the Islamic countries like Pakistan, like Bangladesh, like Afghanistan, like Syria, like Turkey, like Indonesia, like Malaysia, like Syria, all these are Islamic countries. But there they do not have triple talaq. It was only in India that this where we had triple talaq. And for centuries our sisters, Muslim sisters, used to suffer because of that, and they did not have the life of dignity. So now, after removing the triple talaq and going away of the triple talaq, full dignity has been maintained, and they have been mainstreamed in the life and in the society. That's what I'd like to share. ഇത് മാത്രമല്ല, മുത്തലാഖ് നിർത്തലാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തു. ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരിമാര് അവര് നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വിവേചനമാണ് ഈ മുത്തലാഖിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ മറ്റ് നിരവധി മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, ഇന്തോനേഷ്യയും മലേഷ്യയും സിറിയയും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ, ആ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവിടെ എവിടെയുമില്ലാത്ത ഒരു സമീപനം, അത്തരത്തിലുള്ള ഒരു നിലപാട്, ആ നിലപാടാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. മതത്തിന്റെ പേരിൽ ഒരു സമുദായത്തിൽ അവിടുത്തെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന വിവേചനം, ആ വിവേചനം ഇല്ലാതാക്കാൻ ഐതിഹാസികമായിട്ടുള്ള തീരുമാനം, അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള, ആ സർക്കാർ നടത്തിയിട്ടുള്ളത്. ഈ രാജ്യത്തെ വലിയ ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം, ആ ആവശ്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുത്തലാഖ് നിർത്താനുള്ള തീരുമാനമെടുത്തതിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. The same way as we had committed
that we will do away with the CAA and we will bring the Citizens Amendment Act. We all know that it was Citizens Amendment Bill. We had promised in our manifesto that those who are religiously persecuted in Pakistan, in Bangladesh and in Afghanistan, they will be given their citizenship right here in India. For the past 20, 30 years they were suffering. And this is not which I am saying. I will quote Mahatma Gandhi. In 1948, Mahatma Gandhi said that those who have been religiously persecuted should be brought back to India, and Indian government should take care of their employment and they should be settled here. That was said in 1948. In 1950, Jawaharlal Nehru said that those who are religiously persecuted in Pakistan and East Pakistan and West Pakistan, because Bangladesh was not there at that point of time, then they should be brought here, and we should see to it that we should, from the Disaster Management Fund, we should give them relief, and we should mainstream them here in India. That was Jawaharlal Nehru who said. Manmohan Singh in December 2003, when Deputy Prime Minister and Home Minister L.K. Advani was there, he spoke in Rajya Sabha, and he said in Rajya Sabha December 2003 that those who are religiously persecuted in Afghanistan, Bangladesh and Pakistan, and they are here in India, we should give them citizens right. And our commitment, Prime Minister Modi's commitment, was absolute, and the political will was there. We implemented and we saw to it that CAA is enacted, Citizen Amendment Act is enacted, and those people who are religiously persecuted there, they should get a life of dignity here, and they should be made the citizen of this country. I would like to share here, when in 1951, the Hindus were 23% in Pakistan, now only 3% are left. In Bangladesh, there were 23% of Hindus in Bangladesh, now only 7% is left. Where have they gone? In Afghanistan, there were 50,000 Sikh families. Now only 3,000 Sikh families are left. Where have they gone? They have come to India. They are staying here. I met people, the Sikhs, who are staying here in Delhi for last 20 years. They did not have the right to get admission in school. They did not have the right to get admission in medical college. What type of education, what type of life they were leading? Now Modi ji has enacted CAA. They are citizens of this country, and they have got every right to be here and to flourish and to develop themselves. That is what I would like to share. അത് മാത്രമല്ല, പൗരത്വ നിയമ ഭേദഗതി, ആ പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ സർക്കാർ നടപ്പിലാക്കി. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാനുള്ള നിയമം, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനു മുൻപ് 1948 മഹാത്മാഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ്. അന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു, മതപരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരെ, പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ മാന്യമായിട്ട് പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഇന്ത്യ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 1950 ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞിരുന്നു, കിഴക്കൻ പാകിസ്ഥാനിലും പടിഞ്ഞാറൻ പാകിസ്ഥാനിലും, കാരണം അന്ന് ബംഗ്ലാദേശ് രൂപീകൃതമായിരുന്നില്ല, ഈ പാകിസ്ഥാനിൽ മതപരമായിട്ട് പീഡനം അനുഭവിക്കുന്നവരെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് ദുരന്ത നിവാരണ ഫണ്ടിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. 2003 പാർലമെന്റിൽ ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജിയുടെ ചർച്ചക്കിടയിൽ പങ്കാളിയായിക്കൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ്, പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ മൻമോഹൻ സിംഗ് 2003 ഡിസംബറിൽ അദ്ദേഹം പറഞ്ഞു, ഈ 3 രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള കാരണങ്ങളാൽ പീഡനം അനുഭവിക്കുന്നവരെ അവരെ മുഴുവൻ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാനുള്ള നടപടികൾ നമ്മുടെ സർക്കാർ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യം. ആ ആവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ ഫലമായിട്ട്
ഈ പൗരത്വ നിയമ ഭേദഗതി, ആ ഭേദഗതി പാർലമെന്റിൽ അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലൂടെ ഈ 3 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾ, മതപരമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്ന ആളുകൾ, അവർ മാന്യമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 1951 പാകിസ്ഥാനിൽ ഏതാണ്ട് 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് കഷ്ടിച്ച് 3% ഉള്ളൂ. ബംഗ്ലാദേശിൽ 23% ഉണ്ടായിരുന്നു. ഇന്ന് കഷ്ടിച്ച് 7% ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ 60,000 സിഖുകാരുണ്ടായിരുന്നു. ഇന്ന് കഷ്ടിച്ച് 3000 ആളുകളേ ഉള്ളൂ. എവിടെ പോയി അവരെല്ലാവരും? ആയിരക്കണക്കിന് ആളുകൾ, ആ കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾ ഇന്ത്യയിലേക്കാണ് വന്നിട്ടുള്ളത്. അവർ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെയുള്ളവരെ ഈ ഡൽഹിയിൽ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്കാർക്കും ഇവിടെ മാന്യമായിട്ട് ഇന്ത്യൻ പൗരന്മാർ എന്നുള്ള നിലയിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ല. അവർക്ക് വീട് വാങ്ങാൻ പറ്റില്ല, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളില്ല, അവർക്ക് മറ്റാനുകൂല്യങ്ങളില്ല. ഇതൊന്നുമില്ലാതെ അവര് രണ്ടാംകിട പൗരന്മാരായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്ന് ഇത്രയും കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് ഈ നാട്ടിലെ പൗരന്മാരെ പോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്തം, ആ ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. Friends, the same way our demand of centuries together for the Ram Mandir and the Congress party always tried to develop the politics of delaying the tactics. Delaying tactics was there by the Congress party. But I am happy to share that Supreme Court had a day-to-day hearing and a unanimous judgment came that Ram temple will be constructed there. And the aspirations of Hindus, crores and crores of people who wanted with the faith that Ram temple should be constructed, we can say that Prime Minister Modi formed the trust and they handed over the land for Ram Mandir, and now we can say that a grand Mandir, grand temple will be made of Ram there at Ayodhya. This I would like to share with you. The same way about the Kartarpur border corridor, our Sikhs had faith that Guru Nanak Sahib Dev, they wanted to pay respects. They wanted to go and visit Guru Nanak Sahib, Kartarpur Sahib, but they were not able to do so. But Prime Minister Modi ji intervened and saw to it that Kartarpur corridor is made, and now our Sikh brethren can go and pay their homage to Guru Nanak Sahib Dev in Kartarpur Sahib. The same way, regional comprehensive economic partnership. We knew that it is not in the interest of the country. 15 countries were on one side. India, the 16th country, was on one side. We knew that RCEP is not in favor of our migrant people, laborers. It is not in favor of the farmers. It is not in the favor of MSME section, and it is not in the favor of the common man. So Prime Minister Modi said that India has got its own concern, and that is why we will not enter into RCEP, which was initiated by Manmohan Singh ji in 2012. This bold decision was taken. NIA, National Investigative Agency Act, it was such thing. Anybody would do a terrorist activity here in India and fled away from India, and he could go and settle down in any part of the country, any other country, and no action could be taken because the NIA did not have the power. Modi ji made National Investigating Agency Act powerful, and he saw to it that now any terrorist who does an activity here, he may go to any country, investigation will take place, we will bring him back and put him behind the bars. This is what we are going to do. The same way, UAPA, Unlawful Activities Prevention Act. The law was so feeble that it could not say a terrorist. It was difficult to prove that a terrorist is a terrorist. Now, according to this, anybody doing unlawful activity, anybody doing any terrorist activity, he will be named as terrorist, and activity will say, and action will be taken. The same way, POCSO, Prevention of Children Against Sexual Offences. It has been decided, and now the law has been enacted, that any person who does sexual offense with any minor, he will be a death penalty.
he will be hanged. That is the law has been made so stringent. Bodo agreement, again, this for 50 years this agitation was going on. The Assam borders and the territory is now intact, and 1,500 crores have been given for the resettlement of the Bodos. That is what I'd like to share. In Tripura, Bru Riang, 34,000 families were internally displaced. They have been brought, and now 600 crore rupees is being given for their settlement. This is how India is working in the past 1 year. All these long-standing, that is why I said 6 decades work has been done in 6 years. All these long-standing pending demands have been fulfilled. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഈ രാജ്യത്തെ മുഴുവൻ രാമഭക്തരുടെയും ജീവിതാഭിലാഷമായിരുന്നു. കോൺഗ്രസ് ഇത്രയും കാലവും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു പയറ്റിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും വഴികൾ കണ്ടെത്തിക്കൊണ്ട് തീരുമാനമുണ്ടാകാതെ നീട്ടിക്കൊണ്ടുപോകാനുള്ള കുതന്ത്രങ്ങളാണ് കോൺഗ്രസ് ഇത്രയും കാലം അതിൽ നടപ്പിലാക്കിയിരുന്നത്. പക്ഷെ സുപ്രീം കോടതി ഈ കാര്യത്തിൽ പ്രതിദിനം ദിവസം തോറും അതിലുള്ള വാദം കേട്ടുകൊണ്ട് തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചു. അതിന്റെ ഫലമായിട്ട് സുപ്രീം കോടതി എടുത്ത തീരുമാനത്തിനെ തുടർന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അവിടെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടുള്ള ആ ട്രസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി അയോധ്യയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്രീരാമക്ഷേത്രം, ആ ശ്രീരാമക്ഷേത്രം പണിഞ്ഞ് അത് നിർമ്മിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. അത് മാത്രമല്ല, സിഖുകാരുടെ ഗുരുവായിട്ടുള്ള ഗുരുനാനാക്ക് ദേവിന്റെ ജന്മസ്ഥലമായിട്ടുള്ള കർത്താർപൂർ, അത് അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിലാണ്. അവിടേക്ക് പോകാൻ ഇതുവരെ സൗകര്യമുണ്ടായിരുന്നില്ല. കർത്താർപൂർ ഇടനാഴി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സിഖ് തീർത്ഥാടകർക്ക് നിർബാധം പോകാനുള്ള സൗകര്യം നരേന്ദ്രമോദിജിയുടെ സർക്കാരാണ് നടപ്പിലാക്കിയത്. കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഒക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന RCEP, ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള 15 രാജ്യങ്ങൾ, ആ 15 രാജ്യങ്ങൾ ഒരു വശത്ത് നിന്നുകൊണ്ട് RCEP കരാർ രൂപീകരിക്കാൻ താല്പര്യമെടുത്തപ്പോൾ ഈ നാട്ടിലെ കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും ആ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ രാജ്യത്തെ കർഷകരെയും ചെറുകിട കച്ചവടക്കാരെയും ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു കരാറിലും ഇന്ത്യ ഏർപ്പെടാൻ തയ്യാറല്ല. നമ്മൾ ഓർമ്മിക്കണം, കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്, മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചത്. ഈ നാട്ടിലെ കർഷകരെ ബലി കൊടുക്കുന്ന, ചെറുകിട കച്ചവടക്കാരെ ബലി കൊടുക്കുന്ന സമീപനം, ആ സമീപനത്തിൽ നിന്ന് പിന്മാറിയത് 15 രാജ്യങ്ങളുടെയും എതിർപ്പിനെ അതിനെ അവഗണിച്ചുകൊണ്ട് പിന്മാറിയത് നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ തീരുമാനമായിരുന്നു. NIA നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള തരത്തിൽ ആ നിയമം ശക്തമാക്കിയത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. UAPA നിയമം, ആ നിയമം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഭീകരവാദികളെ കണ്ടെത്തി ആ ഭീകരവാദികളെ മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ, പഴുതുകളില്ലാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്താൻ അതിനു വേണ്ടിയിട്ട് ആ നിയമത്തിൽ ഭേദഗതി വരുത്തിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ, ആ ലൈംഗിക അതിക്രമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ, വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷ, ആ ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം നടത്തിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള ബോഡോ കരാർ നടപ്പിലാക്കാതിരുന്ന കോൺഗ്രസ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കരാർ നടപ്പിലാക്കാനായിട്ട് 500 കോടി രൂപ അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്.
ത്രിപുരയിലെ ആദിവാസി വിഭാഗങ്ങളായിട്ടുള്ള ബ്രൂറിയാങ് വിഭാഗങ്ങൾക്ക് അവരുടെ കരാർ അത് നടപ്പിലാക്കാനായിട്ടുള്ള 600 കോടി രൂപ അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇങ്ങനെ നേട്ടങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത പട്ടികയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് 6 ദശാബ്ദങ്ങൾ 6 പതിറ്റാണ്ടുകൾ കൊണ്ട് കോൺഗ്രസ് സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് 6 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ. 6 വർഷത്തെ വിടവ്, 6 ദശാബ്ദങ്ങളുടെ 6 പതിറ്റാണ്ടുകളുടെ വിടവാണ് 6 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നികത്തിയിട്ടുള്ളത്. Friends, when I talk about India becoming stronger and NIA Act has been done, Unlawful Activities Prevention Act has been done, I would also like to share with you that the borders of India will remain intact and are intact under the Prime Ministership of Narendra Modi. During the de-escalation process underway in the Galwan Valley, Ladakh, a violent face-off took place with the Chinese army. India Army has given a befitting reply. Unfortunately, we have lost our 3 brave army men. I pay homage to them for their sacrifice. I can assure you that under the leadership of Prime Minister Modi, India's territorial integrity will not be compromised. We now have the political will and our army is fully equipped to take any adversary. Nobody can cast any ill eye on Modi's India. This is what I would like to reiterate. UAPAയും NIA നിയമങ്ങളിലും ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ, ആ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ കാര്യത്തിലും നരേന്ദ്രമോദിയുടെ സർക്കാർ ഒട്ടും പിറകിലായിരുന്നില്ല. അതിർത്തിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോ ഇന്നത്തെ സന്ദർഭത്തിൽ പറയുമ്പോൾ അതിർത്തിയിൽ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥക്ക് അയവ് വരുത്തിക്കൊണ്ട് ലഡാക്കിലെ ഗൽവാൻ വാലിയിൽ താഴ്വരയിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ചൈനീസ് പട്ടാളവുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ, ഒരു സംഘർഷം ഇന്നുണ്ടായി. ആ സംഘർഷത്തിൽ ശത്രുവിന് ഉചിതമായിട്ടുള്ള മറുപടി, ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യൻ സേന നൽകിയിട്ടുണ്ട്. പക്ഷേ ദുഃഖകരമായിട്ടുള്ള കാര്യം, നമ്മുടെ ധീരരായിട്ടുള്ള 3 ജവാന്മാരെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ടായി. അവരുടെ ബലിദാനത്തിന് മുന്നിൽ, അവരുടെ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അതിർത്തികൾ ഒരു കാരണവശാലും ആ അതിർത്തികൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഇന്ത്യ തയ്യാറാകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ എതിരാളികൾ, അങ്ങനെ ആ എതിരാളികൾക്കെതിരായിട്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതിനുള്ള സൈനിക ശേഷിയും നമുക്കുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലെ ഇന്ത്യയെ തൊട്ടുകളിക്കാൻ, ആ ഇന്ത്യയുടെ മുകളിൽ ഒരു തരത്തിലുള്ള ദുർവിചാരങ്ങളോടുകൂടിയും ആരും സമീപിക്കരുത് എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. Friends, when I talk about the integrity and borders, I also talk about the social welfare schemes which has been brought into force in the past 6 years. May it be Jan Dhan Yojana
where 38,089 crore people have joined and nearly 20 crore people have been benefited now during the time of Corona crisis. Ujjwala Yojana, where 8 crore gas cylinders and connections have been given. Ujala Yojana, where 36,025 lakh LED bulbs have been distributed and worth 18,000 crores of power savings have been done in each year. And the same way, the Swachh Bharat Mission, where once upon a time in 2014, the ODF was 36%, 38%. Now it is 7%. And in Kerala also, 2,25,000 toilets have been constructed. As far as the Saubhagya Yojana is concerned, 2 crore 62 lakh households have been electrified. And in Kerala also, all villages have been electrified. Ayushman Bharat, which is the largest healthcare scheme, I am proud to be associated with it because I was the health minister when Modi ji implemented this Ayushman Bharat. 550 crore people getting an annual health coverage of 5 lakh rupees. More than 1 crore people have benefited. More than 13,000 crore rupees have been spent. And in Kerala also, 8,20,000 people have been benefited and 589 crore rupees have been spent. The same way for Kerala, 3,048 crores have been given for flood relief in 2018 and in 2000 and also rupees 2,440 crores revenue deficit grant was given in the wake of pandemic under SDMRF. Rupees 156.7 has been dispersed. The same way, COVID package for central government Kerala till date 1,214 crore rupees have been distributed to 1.4 crore beneficiaries. PM Kisan Yojana, 443 crores directly credited to the bank accounts of 27,01,168 beneficiaries. The same way, PM Jan Dhan Yojana, 151 crores directly credited to the bank accounts of 26,07,463 beneficiaries. We have tried to give the maximum benefit to Kerala as far as possible. The same way, as far as the assistance is concerned, in UPA government, they gave in the 13th Finance Commission only 40,000 crores. But under Prime Minister Modi, 15th Finance Commission, 1.2 lakh was given to Kerala government. That is what I would like to share with you. But friends, in the end, I would like to say that Kerala, being the God's own country, it's a beautiful country. It's a beautiful state. It's a state where God resides. But now the serenity and the beauty is tarnished by the successive government of UDF and LDF. Both the governments, they are cousins. Both of the governments are inefficient, and both the governments are two sides of the same coin. They believe that they do not believe in development. Mismanagement is the core. And if I talk about mismanagement, I would also like to share how did they mismanage the COVID affair. That is also we have to understand. As far as the Ayushman Bharat is concerned, they delayed in implementing it. The benefits which the central government is sending, that is not being utilized by Kerala government. The same way, the central schemes are being hijacked and state people are trying to market it as a state government achievement. All this is going on. The anti-development policy pursued by LDF and UDF government has failed to generate employment. They said that they will be giving employment, but they have not been able to do so. This is what I would like to share. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കിയിട്ട് നിർത്തുന്നതിൽ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ജൻധൻ അക്കൗണ്ടുകൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയത്. ആ ജൻധൻ അക്കൗണ്ടിൽ 38,89,00,000 അക്കൗണ്ടുകളാണ് ഈ
ജൻധൻ അക്കൗണ്ടുകളായിട്ട് ആരംഭിച്ചത്. അതിൽ 20 കോടി ആളുകൾക്കാണ് ഇപ്പോ ഈ കോവിഡ് കാലയളവിൽ അവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചത്. കേരളത്തിൽ മാത്രം 47 ലക്ഷം ജൻധൻ അക്കൗണ്ടുകളാണ് ആരംഭിച്ചത്. ഉജ്ജ്വല യോജനയുടെ ഭാഗമായിട്ട് രാജ്യത്ത് 8 കോടി കണക്ഷനുകളിലാണ് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകിയത്. 36 കോടി 25 ലക്ഷം LED ബൾബുകളാണ് ഉജാല യോജനയുടെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് വിതരണം ചെയ്തത്. 1 കോടി 54 ലക്ഷം കേരളത്തിൽ മാത്രം വിതരണം ചെയ്തു. ഈ രാജ്യത്ത് 18,834 കോടി രൂപ മിച്ചം വെക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചെങ്കിൽ കേരളത്തിൽ മാത്രം അതിലൂടെ 800 കോടി രൂപയുടെ മിച്ചമാണ് ഉണ്ടായത്. പൊതുസ്ഥലങ്ങളിൽ ആ വിസർജനം നടത്തുന്നതിന്റെ അതിൽ നിന്ന് ആ സാഹചര്യം 62% ആണ് നമ്മുടെ നാട്ടിൽ പൊതുസ്ഥലത്ത് വിസർജനം നടത്തുന്ന സാഹചര്യം. അതില്ലാതിരുന്ന അതിന് കക്കൂസുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 100% ശുചിമുറികൾ ഇന്ന് നമ്മൾ നേടിയിരിക്കുന്നു. 2.25 ലക്ഷം ശുചിമുറികളാണ് കേരളത്തിൽ മാത്രം നിർമ്മിച്ചിട്ടുള്ളത്. സൗഭാഗ്യ യോജനയിൽ 2 കോടി 62 ലക്ഷം വീടുകൾ വൈദ്യുതീകരിച്ചിരിക്കുന്നു. ആയുഷ്മാൻ ഭാരതിൽ 1 കോടിയിലധികം ആളുകള് രാജ്യവ്യാപകമായിട്ട് അവർക്ക് പ്രയോജനമുണ്ടായി. കേരളത്തിൽ മാത്രം 8,20,000 ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഇതിന്റെ പ്രയോജനമുണ്ടായി. 589 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് കേരളത്തിൽ മാത്രം നൽകിയിട്ടുള്ളത്. കേരളത്തിന് കഴിഞ്ഞ 2018 മാത്രം 3,048 കോടി രൂപയുടെ ദുരിതാശ്വാസ നിധി, ആ ദുരിതാശ്വാസ നിധിയാണ് നൽകിയത്. ഈ കാലയളവിൽ കോവിഡ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2,440 കോടി രൂപയുടെ റവന്യൂ കമ്മി നികത്താനുള്ള ധനസഹായവും കേന്ദ്ര സർക്കാർ നൽകി. ഏപ്രിൽ 30 വരെ കോവിഡ് റിലീഫ് പാക്കേജ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയത് 1.5 കോടി ആളുകൾക്കാണ്. പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായിട്ട് 27 ലക്ഷത്തിലധികം ആളുകൾക്കാണ് 543 കോടി രൂപ നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ 26 ലക്ഷം ആളുകൾക്ക് 151 കോടി രൂപയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഈ തരത്തിലുള്ള നിരവധി മേഖലകളിൽ, അങ്ങനെയുള്ള മേഖലകളിൽ വിവിധ മേഖലകളിൽ നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഈ ആനുകൂല്യങ്ങൾ ഒരു വശത്ത് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ UPA സർക്കാരുമായിട്ട് താരതമ്യം ചെയ്താൽ UPA സർക്കാരിന്റെ കാലത്ത് 40,000 കോടി രൂപയാണ് കേരളത്തിന് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് നൽകിയതെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് 1,20,000 കോടി രൂപ ആണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF-ഉം LDF-ഉം ചേർന്ന് കേരളത്തെ അഴിമതിയുടെയും കാര്യക്ഷമതയില്ലായ്മയുടെയും ഒക്കെ കൂത്തരങ്ങാക്കിയിട്ട് കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. ഈ 2 കാര്യത്തിലും ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളുമാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ, ആ പദ്ധതികളെ പേരുമാറ്റി അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തം നേട്ടമാണെന്ന് മേനി നടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 മുന്നണികളും
കേരളം ഭരിച്ച കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിൽ അവർക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ കേരളത്തെ ദുർഭരണത്തിന്റെയും അഴിമതിയുടെയും കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ള ഈ രണ്ട് മുന്നണികളുടെയും പങ്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. Friends, I would not like to take much of your time because in translation also a lot of time goes, and I know you have been sitting for a long time. But in the end, to conclude, I will say that people in Kerala have lost faith in LDF and UDF. They want to say goodbye to LDF and UDF. And the only alternative is Bharatiya Janata Party. And the programs of Sri Narendra Modi, which has to be implemented at the grassroots level. I'm astonished to see that the LDF government is trying to sabotage the programs which is for the poor, which is for the needy. Those who need, we want to give them support. Prime Minister Modi wants to support them. But the government is not ready to take it because of the political issues, because of the political selfishness. Friends, a time will come when I'll talk politics and pray to God that coronavirus should go. And as soon as the coronavirus goes or things normalize or become more normalized, I'll be there with you, visiting each and every district. At this point of time, I'll only say one thing, that Modi ji has said that so long as corona crisis is there, service is only the work of organization. Seva hi sangathan hai. For this, keeping in mind all party workers, I request you, I appeal you, I give a call to you that we all should work for the needy people during the corona crisis so that we are able to overcome this crisis and support the people to the maximum possible way. This is what I would like to say. Thank you very much for giving me a very, very patient hearing. Thank you. ഏറെ സമയമായിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇടതുപക്ഷത്തിലും കോൺഗ്രസ് മുന്നണിയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇനി ഭാരതീയ ജനതാ പാർട്ടിയെയാണ് പ്രതീക്ഷയോടുകൂടിയിട്ട് നോക്കിക്കാണുന്നത്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ, ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ പോലും തുരങ്കം വെക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ, അവൻ ആശ്വാസമേകാനുള്ള നടപടികൾ എടുക്കുമ്പോൾ ആ നടപടികളെ അട്ടിമറിക്കാനാണ് കേരളത്തിലെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇത് രാഷ്ട്രീയം പറയാനുള്ള അവസരമല്ല. ഇന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ, ഈ കോവിഡ് മഹാമാരി നിലനിൽക്കുന്നിടത്തോളം കാലം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. ആ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം. ആ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണ് ഇന്ന് ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം നടത്തേണ്ട പ്രവർത്തനം എന്നുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം. ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും മുഴുകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. Thank you very much. എല്ലാവർക്കും നമസ്കാരം. I can see all of you. എല്ലാവരെയും എനിക്കിവിടെ നിന്ന് കാണാം. നിങ്ങളെ എല്ലാ ജില്ലകളിലേക്കും പിന്നീട് ഈ സാഹചര്യം മാറിയതിന് ശേഷം വരാം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്.
ആയിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി കെ കൃഷ്ണദാസിനെ ക്ഷണിക്കുന്നു. ബോലോ ഭാരത് മാതാ കി. ഈ മഹാവെർച്വൽ റാലിയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് വലതു കൈ മുന്നോട്ടേക്ക് നീട്ടിവെച്ച് പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു ബി.ജെ.പി. പ്രവർത്തകനെന്ന നിലയിൽ ഭാരതത്തിന്റെ ഐക്യം, ജനാധിപത്യം,